God can do this for us today. നാം ഇങ്ങനെ വിശ്വസിക്കുന്നുവോ? ഇങ്ങനെയുള്ള വിധത്തിലുള്ള ദൈവീക പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നൽകുവാൻ ദൈവം മതിയായവനാണെന്ന്. That God suddenly opens us doors of opportunities. പെട്ടെന്ന് ചില അവസരങ്ങൾ, ചില വാതിലുകൾ നമ്മുടെ മുൻപിൽ ദൈവം തുറക്കുവാൻ ശക്തനായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നുവോ? God suddenly gives you access to places and people and resources that you cannot imagine by your natural ability. ഒരു കാലത്തും നിങ്ങളുടേതായിട്ടുള്ള കഴിവ് കൊണ്ടോ നിങ്ങളുടേതായിട്ടുള്ള രീതികൾ കൊണ്ടോ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനോ പ്രവേശിക്കുവാനോ കഴിയാത്ത ഇടങ്ങളിലേക്ക് ദൈവം നിങ്ങൾക്ക് പ്രവേശനം നൽകുമെന്നും അത് മുഖാന്തരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുമെന്നും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുവോ? In Jesus, the divine favor is over our lives. യേശു കർത്താവിലെ ദൈവത്തിന്റെ ഈ പ്രസാദം നമ്മുടെ ജീവിതത്തിന്റെ മേൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. But we need to position and prepare ourselves for God's favor to rise so that we would increase and grow in divine favor for God's assignments. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും ഈ ദൈവീക പ്രസാദം നമ്മളിൽ പ്രവർത്തിച്ച് നമ്മെ അഭിവൃദ്ധിയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ തന്നെ ദൈവത്തിൽ ഏൽപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. The book of Psalms chapter 89 verse 17 says, 89-ാം സങ്കീർത്തനം അതിന്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. This is what the psalmist experienced in his life, and therefore he testifies and records of it. സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിൽ ഇത് അനുഭവിക്കുകയും അത് മുഖാന്തരം അങ്ങനെ എഴുതി വെച്ചിരിക്കുകയും ചെയ്യുന്നു. For you are the glory of their strength, and in your favor our horn is exalted. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു, നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. In your favor we are exalted. Our horn is exalted. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നു. Let's turn to Psalm 113. 113-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് തിരിയാം. This is something that God does. This is the nature of God. ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കുന്നു, ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. Verse 7 and 8 it says, He raises the poor out of the dust and lifts the needy out of the ash heap, that he may seat him with princes, with the princes of his people. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പിയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോട് കൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു. This is what God does. He suddenly raises a nobody. He suddenly raises someone who is just ordinary person, someone who doesn't have much capacity and capability in human eyes. But because of divine favor, He lifts and raises that person and brings them into great prominence for His plans and purposes. ദൈവത്തിന്റെ സ്വഭാവമായി ദൈവം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായി നാം കാണുന്നു. താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നതിനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. എളിയവനെ പൊടിയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ ദൈവം അവരെ ഇരുത്തുകയും ചെയ്യുന്നു. When it speaks about David and Solomon, again and again these words, God highly exalted David and established his kingdom. For the favor of God came upon David because God was pleased with him. ദാവീദിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും ദൈവവചനം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ദാവീദിന്റെ ഏറ്റവും എളിയപ്പെട്ടതായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും ദാവീദിനെ ഉയർത്തുകയും ഒരു രാജാവായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ചെയ്തത് ദൈവത്തിന്റെ പ്രസാദം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ്. An ordinary shepherd boy, even looked down by his father, but suddenly God's favor comes upon him. And he becomes the king who leads Israel. ഒരു സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ പിതാവിൻ്റെ കണ്ണിൽ പോലും ഈ ആടുകളെ മേയ്ക്കുന്നതിനെക്കാട്ടിലും ഒട്ടും കഴിവില്ലാത്ത ഒരു ബാലനായി തൻ്റെ പിതാവ് പോലും ദാവീദിനെ കണ്ട സ്ഥാനത്ത് വലിയ ഉയർച്ചകളിലേക്ക് ഇസ്രായേലിൻ്റെ രാജാവാക്കി അവനെ ഉയർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. When you understand the favor of God, you stop complaining. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തെടുക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാ പുറപുറക്കുകളും അതുകൊണ്ട് നിന്നു പോകും. You stop comparing. മറ്റുള്ളവരോട് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ നാം നിർത്തും. You stop competing.
മറ്റുള്ളവരോട് മത്സരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നാം നിർത്തും. Because you know it's God who Hallelujah. leaves the needy and the Hallelujah. poor and Praise causes them God. to seat them with Hallelujah. princes. കാരണം ദൈവമാണ് എളിയവനെ ഉയർത്തുന്നതെന്നും ദൈവമാണ് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ പ്രഭുക്കന്മാരുടെ ആ തലങ്ങളിലേക്ക് ഉയർത്തി അവിടെ ഇരുത്തുമാറാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാണ്. What does divine favor do? എന്താണ് ദൈവിക പ്രസാദം ഒരു മനുഷ്യന്റെ It ജീവിതത്തിൽ gives you ചെയ്തെടുക്കുന്നത്? influence among people. മറ്റുള്ള മനുഷ്യരുടെ നടുവിൽ സ്വാധീനം ഉളവാക്കുന്ന ഒരു കാര്യമാക്കി. Nehemiah was an ordinary person. Joseph was a prisoner. Israel were slaves. But when the favor of God came upon them, they became people of influence. They gained influence and things changed on their behalf. നെഹെമ്യാവിനെ കുറിച്ച് നാം കേട്ടു, യോസെഫിനെ കുറിച്ച് കേട്ടു, ഒരു ജനമായിരിക്കുന്ന ദൈവത്തിന്റെ ഇസ്രായേൽ മക്കളെ കുറിച്ച് നാം കേട്ടു. അവരൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാനത്തേക്ക് ആക്ഷരികമായി ഈ ഭൂമിയിൽ തന്നെ ദൈവം അവരെ അങ്ങനെ ഉയർത്തുവാൻ ഇടയാക്കിയതിനെ കുറിച്ചാണ് നാം It കേൾക്കുന്നത്. gives you access. It gives you unusual opportunities. It exalts you. ഇത് നമുക്ക് ചില ഇടങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നു, നമുക്ക് സ്വാധീനം നൽകുന്നു, ചില അവസരങ്ങളെ നമ്മുടെ മുൻപിൽ അത് തുറന്നു വിടുന്നു. Psalm 30 verse 5 says, "For your anger may last only for a moment, but his favor lasts for a lifetime. Weeping may not remain for a night, but rejoicing Hallelujah. comes in the morning." 30-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. When God's favor is released upon someone or something, what is dying suddenly comes into life. ദൈവത്തിന്റെ പ്രസാദം ജീവനില്ലാതെ അറ്റുപോകുന്നതായിട്ടുള്ള ചിലതിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ജീവനുള്ളതാക്കി ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുന്ന ഒന്നായിരിക്കുന്നു. Circumstances change because God's favor is released. ദൈവത്തിന്റെ പ്രസാദം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവന്റെ സാഹചര്യത്തെ പെട്ടെന്ന് തന്നെ ദൈവം വ്യത്യാസപ്പെടുത്തുവാനിടയാകുന്നു. We need to pray and position ourselves for divine favor. ദൈവത്തിന്റെ പ്രസാദം നമ്മളിലേക്ക് കടന്നു വരുവാനും അത് ആക്ഷരികമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ അപ്രകാരം ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആക്കി തീർക്കേണ്ടതായിട്ടുണ്ട്. Why does divine favor come to certain people at certain times and certain seasons? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രസാദം ഒരു പ്രകടമായ വിധത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിലെ ചില കാലഘട്ടങ്ങളിൽ കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ The favor of കഴിയുന്നത്? God is connected with our divine God-given assignment. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവികമായ ദൗത്യത്തോടുള്ള ബന്ധത്തിലാണ് അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Each one of us has a divine assignment from God, and when we are moving in our divine assignment, the favor of God comes upon us. ദൈവത്തിന്റെ ഒരു വിളി നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. ആ വിളിക്കൊത്തവണ്ണം നാം മുൻപോട്ട് പോകുമ്പോൾ പ്രകടമായ വിധത്തിലുള്ള ദൈവികമായ കൃപ, ദൈവത്തിന്റെ പ്രസാദം, ദൈവം അതിൽ നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുന്നതായി നമുക്ക് So that മനസ്സിലാക്കാം. we can fulfill our God-given assignment. അതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം, ആ ശുശ്രൂഷ നിവർത്തിയാക്കുവാൻ അത് മുഖാന്തരം നമുക്ക് ഇടയായി തീരും. Luke chapter 1 verse 28 to 30, we know the story of how Gabriel, the archangel messenger of God, came to a young woman, a young virgin, and said, "You are highly favored of God." ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം മുതൽ നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ ഒരു കന്യകയുടെ അടുക്കൽ കടന്നു വന്ന് അവളോട് അറിയിക്കുന്നതായിട്ടുള്ള ദൂത് ഇങ്ങനെയായിരിക്കുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് ദൂതൻ പറയുന്നത്. Verse 28, and having come in, the angel said, "Rejoice, highly favored one, the Lord is with you. Blessed are you among women." ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. And verse 30, then the angel said to her, "Do not be afraid, Mary, for you have found favor with God." ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. God's favor comes upon us for God's assignment to be fulfilled in our lives. ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ താഴ്മയുള്ളവരിലേക്ക് പ്രകടമായി വരുന്നു ദൈവത്തിന്റെ പ്രസാദം. Hallelujah. The favor Hallelujah. came upon Mary for God's purposes. A miracle child had to be born.
God found someone who could cooperate and receive that favor. അസാധാരണമായ ഈ അത്ഭുതം ആ കന്യകയിലൂടെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം അങ്ങനെ താഴ്മയുള്ള ഒരു ഹൃദയത്തെ ദൈവം കണ്ടെത്തുകയും ദൈവത്തിന്റെ പ്രസാദം മുഖാന്തരം ഈ ഒരു പ്രവൃത്തി അവിടെ തികച്ചെടുക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു. We also need to understand, when you have extreme high favor coming upon your life, is not free of challenges. With extreme favor comes extreme opposition. എന്നാൽ ദൈവത്തിന്റെ പ്രസാദം ഇങ്ങനെയുള്ള വലിയ നിലവാരങ്ങളിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വലിയ വെല്ലുവിളികളും ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. Mary became highly favored of God and Jesus was born, but all her life she had to go through the challenge of birthing this miracle child. മറിയയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രസാദം വരികയും മറിയയിലൂടെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിക്കുകയും ചെയ്ത പ്രവൃത്തി അവിടെ സംഭവിച്ചു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതകാലം മുഴുവനും ഈ ഒരു കാര്യത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളികൾ മറിയയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയായി. Suddenly friends and families and relatives become jealous because here you become a carrier of God's divine favor. പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ദൈവത്തിന്റെ പ്രസാദം വഹിക്കുന്ന ഒരു വ്യക്തിയായി നാം ആയിത്തീരുകയും അങ്ങനെ നമ്മെ കാണുകയും ചെയ്യുമ്പോൾ നമ്മോട് ഈർഷ്യയും വിദ്വേഷവും ഉളവാകുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നു. Jesus was increasing in favor with God and with men, but his brothers and sisters and his relatives and people in Nazareth were not able to see it in the way God wanted them to see. യേശുവിന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ സംഭവിച്ചുള്ളൂ. മനുഷ്യരോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ ആ പ്രസാദത്തിൽ യേശു കർത്താവ് വളർന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശുവിനെ പകയ്ക്കുകയും യേശു കർത്താവ് ചെയ്ത കാര്യങ്ങളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. The spirit of Pharisees and Sadducees came against him because God's favor here was divine favor in action, and the Pharisees and Sadducees and the people and the high priest and the political arena came against someone who became the center point of God's divine favor. മതപരമായിട്ടുള്ള ഈ ആൾക്കാരും പരീശന്മാരും സദൂക്യരും അവരുടേതായിട്ടുള്ള ആ കപടതയുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും യേശു കർത്താവിന്റെ എതിരെ വരികയും ദൈവിക പ്രവർത്തികൾ ചെയ്യുന്ന യേശു കർത്താവിനെ തന്നെ അവർ തിരസ്കരിക്കുകയും ചെയ്തതായി നാം അവിടെ കാണുന്നു. But don't worry, because when favor comes upon you, it's your responsibility to humble yourself, steward, and go ahead with what God gives you. എന്നാൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാം ആകുലപ്പെടേണ്ടതായിട്ടില്ല. ദൈവത്തിന്റെ കൃപ വളരെ താഴ്മയോടുകൂടെ ഏറ്റുവാങ്ങുകയും ദൈവീക ദൗത്യത്തിലേക്ക് ശ്രദ്ധിച്ച് അത് നിറവേറുന്ന വിധത്തിൽ നമ്മൾ മുൻപോട്ട് പോകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. When we move in our God-given assignments, the favor of God is released upon us. ദൈവത്തിന്റെ വിളിയിലേക്ക് ദൈവികമായ ദൗത്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് അതിൻ്റെ അകത്ത് തന്നെ നാം മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ കൃപ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നതായി നമുക്ക്. Why did Nehemiah receive favor? Because he was on God's assignment to rebuild the walls. എന്തുകൊണ്ടാണ് നെഹെമ്യാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വരുവാൻ ഇടയായത്? ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേമിന്റെ മതിലുകളെ പണിയുവാൻ തക്കവണ്ണം ആ മനുഷ്യനെ ദൈവം കണ്ടിരുന്നു. How did Esther, who was an ordinary semi-orphan girl, became the queen in the king's court? Because favor. Esther 2:15 says favor was upon Esther. എസ്തേറിനെ കുറിച്ച് നാം വായിക്കുന്നു. ഒരു അനാഥ കുഞ്ഞായിരുന്ന ഈ എസ്തേറിന്റെ ജീവിതത്തിലേക്ക് ആ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ദൈവം അവിടെ ഒരുക്കി കൊടുക്കുകയും ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ കൃപ അവളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. Because it was a God assignment for someone to save the people, save the Jews from what Satan, what enemy was planning. എന്തുകൊണ്ട് ദൈവം അവൾക്ക് വേണ്ടി അത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ അവളിലൂടെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവളെ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോയതായി നാം അവിടെ The favor caused her to be a queen, but that was not sufficient. She had to continue in favor as a queen when she stepped out and touched the scepter of the king. If there was no favor on her, she could have been deposed.
അവളെ ആ രാജകൊട്ടാരത്തിൻ്റെതായിട്ടുള്ള ആ കാര്യത്തിലേക്ക് ദൈവം ഉയർത്തി എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ കൃപ മുന്നോട്ട് അവളുടെ കൂട്ടത്തിൽ തുടർന്ന് സഞ്ചരിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. കാരണം രാജാവിൻ്റെ ചെങ്കോൽ തൊടുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചില കാര്യങ്ങൾ രാജാവിനോട് ചോദിക്കുകയും ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവളുടെ കൂട്ടത്തിൽ മുൻപോട്ട് ഉണ്ടായിരുന്നു. Queen Vashti, the previous queen, was deposed, was dethroned, and there was favor that was upon Esther, and she came and she touched the scepter, and she knew it could be deadly, but she believed in God's favor over her life. വാഷ്ടി രാജ്ഞിയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിക്കളയുകയും എസ്തർ ഒരു രാജ്ഞിയായി ആ കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തപ്പോഴും ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം അപ്രകാരം അവളെ ഉയർത്തിയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കി മരണകരമായ ഒരു കാര്യമാണ് എസ്തർ ചെയ്തത് എങ്കിൽ പോലും രാജാവിൻ്റെ ചെങ്കോലിനെ തൊട്ട് തൻ്റെ ജനത്തിനു വേണ്ടി ചില കാര്യങ്ങൾ പറയുവാൻ എസ്തർ അവിടെ ധൈര്യം. Divine favor comes upon us and we become candidates of divine favor when we are pursuing God's assignments. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ വിളിക്കകത്ത് തന്നെ മുൻപോട്ട് സഞ്ചരിക്കുവാൻ നാം താല്പര്യപ്പെടുമ്പോൾ അസാധാരണമായ വിധത്തിലുള്ള ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പ്രസാദം പ്രകടമായ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നു. It does not come on us to make us feel good and to exalt us for no cause. നമ്മെ സന്തോഷിപ്പിക്കുവാനോ നമ്മെ വലുതാക്കി തീർക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ദൈവിക ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. We must pursue God's assignment on our lives. നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയെ തന്നെ അതിനെ നാം മുൻപിൽ കണ്ട് അതിലേക്ക് തന്നെ നാം മുൻപോട്ട് പോകേണ്ടത്. This also means that if we are not pursuing God's assignments, His favor will not flow in our lives. അതിന്റെ അർത്ഥം ഇങ്ങനെയും കൂടിയാണ്, ദൈവിക വിളിക്കകത്ത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അല്ല നാം നിൽക്കുന്നത്, അതിലല്ല നാം മുൻപോട്ട് പോകുന്നത് എങ്കിൽ കർത്താവിൽ നാം ഇത്രയധികം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകടമാകാത്ത വിധത്തിൽ അത് തടസ്സപ്പെട്ടു. God loves everyone, but not everyone may walk in the divine favor of God. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഈ ദൈവികമായ അഭിവൃദ്ധിക്കകത്ത് നടക്കുന്നതായി നാം പലപ്പോഴും കാണുന്നില്ല. But the way we can position ourselves for God's divine favor to be released is to humble ourselves and be focused on God's assignments. എന്നാൽ ഇതിന്റെ അകത്ത് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ്, നമ്മെ തന്നെ താഴ്ത്തി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് വിശ്വസ്തയോടെ മുൻപോട്ട് പോകുമ്പോൾ ദൈവികമായ ഈ പ്രസാദം നമുക്ക് അനുഭവിക്കാം. King Saul was a person who experienced the favor of God, but he misused it, and the favor of God left him after a season. ശൗൽ രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നു, ദൈവത്തിന്റെ പ്രസാദം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു, എന്നാൽ തൻ്റെതായ വഴികളിലേക്ക് ശൗൽ തിരിഞ്ഞത് മുഖാന്തരം ഈ ദൈവികമായ കൃപ അദ്ദേഹത്തെ വിട്ടുപോയി എന്ന് നാം. He misused the favor of God. ദൈവത്തിന്റെ പ്രസാദത്തെ തന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുവാൻ. King Hezekiah was extraordinarily used by God under the favor of God, but after a season, at the point of his death, somehow he could not continue and increase in God's favor. ഹെസക്കിയ രാജാവിനെ ദൈവം വലിയ നിലവാരങ്ങളിൽ ഉപയോഗിച്ചു എങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവത്തിന്റെ പ്രസാദത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായി അദ്ദേഹമായി തീർന്നു. If we are not faithful with the favor that God is released, we cannot increase in God's favor on our lives. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് നാം വിശ്വസ്ത ആചരിക്കുന്നില്ല എങ്കിൽ അതിലേക്കാട്ടിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്തവരായി നാം ആയിത്തീരും. Hallelujah. ആമേൻ, ആമേൻ. Even when God's favor is upon us, ഹല്ലേലൂയ, and the season of favor is on us, we need to continue in the natural what God has committed to us. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് നാം വിശ്വസ്തയോടെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. Nehemiah was in a season of God's favor and he was doing, but he had to work in the natural. He had to work hard. He had to work against opposition and challenges so that God's assignment could be fulfilled.
ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ നെഹെമ്യാവ് കഠിനാധ്വാനം ചെയ്യുകയും താൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് മുൻപോട്ട് പോകുന്നതായി നാം അവിടെ കാണുന്നു. In a moment of divine favor, the king granted Nehemiah's request, but he had to follow it up in the natural with hard work. Face challenges, face criticisms, face allegations, face problems, and move on to fulfill the assignment. ദൈവത്തിന്റെ പ്രസാദം അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കി. രാജാവ് അദ്ദേഹത്തെ വിട്ടയക്കുവാൻ അവിടെ സമ്മതിച്ചു. എങ്കിൽ പോലും കഠിന അധ്വാനം ചെയ്ത് തൻ്റെ മുൻപിൽ വരുന്നതായിട്ടുള്ള വെല്ലുവിളികളെ ഒക്കെയും ഫേസ് ചെയ്ത് അതിനെ മറികടന്ന് അതിനെ ജയിച്ച് മുൻപോട്ട് പോകേണ്ട ആവശ്യം നെഹെമ്യാവിൻ്റെ മുൻപിൽ പിന്നെയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. Many times we think when the favor of God comes, no problems. It's the contrary. When the favor of God comes, suddenly you become a great target of the enemy. ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കുന്ന മനുഷ്യനായിരിക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല, എല്ലാം സന്തോഷമായി എന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നു. എന്നാൽ അതിൻ്റെതായിട്ടുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു അവസ്ഥയാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ശത്രുക്കൾ നമ്മുടെ മുൻപിൽ വരികയും വെല്ലുവിളികൾ അനുഭവിക്കുകയും ചെയ്യുന്ന സ്ഥാനത്തേക്ക് നാം കടന്നു വരുന്നു. But there are set times when God's favor is released upon our lives. Set times. ദൈവത്തിന്റെ സമയങ്ങളെ കുറിച്ച് നാം Psalm മനസ്സിലാക്കുന്നു. 102 verse 13. 102 സങ്കീർത്തനം അതിന്റെ 13 വാക്യം. You will arise and have mercy on Zion, for the time to favor her. Yes, the set time to favor her has come. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. There are set times that God has in His economy where His favor is released on our lives. ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ സമയങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു. Now, in between these set times of divine favor are the times of preparation. ദൈവത്തിന്റെ ഈ സമയങ്ങളുടെ നടുവിലാണ് അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുന്നതായിട്ടുള്ള കാലഘട്ടങ്ങൾ. Those times of preparations are vital of how we have handled the present favor that's on us will determine the next downpour, the next deluge of divine favor. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങളെ നൽകുകയും നാം വിശ്വസ്തയോടെ അതിൻ്റെ അകത്ത് നമ്മെ തന്നെ ഒരുക്കി നാം മുൻപോട്ട് എപ്രകാരം പോയിരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത കാലഘട്ടത്തെ ദൈവം നിയോഗിക്കുന്നത്. You may have a season of favor, and then it seems as if everything is going in an ordinary way. But suddenly, the next season of your favor comes. But in between, your preparation determines how much will be the downpour. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ടുള്ള ചില കാലങ്ങൾ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ചില സമയത്ത് വലിയ ഉയർച്ചയും വലിയ സമൃദ്ധിയും, എന്നാൽ ചില സമയത്ത് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാത്ത സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ ഈ സാധാരണ സമയങ്ങളിൽ പോലും നാം എത്രമാത്രം ഒരുക്കത്തോടെ, എത്രമാത്രം വിശ്വസ്തയോടുകൂടെ, താഴ്മയോടുകൂടെ നാം ദൈവത്തോടുകൂടെ നടക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കുവാൻ അത് മുഖാന്തരം ഇടയാകുന്നു. We must not misuse the favor of God on our lives so that we can be ready for the next downpour of God's divine favor. ദൈവം അയക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പ്രസാദത്തെയും കൃപയെയും ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ നാം അതിനെ ഉപയോഗിക്കേണ്ടതായിട്ട്. The favor of God is connected with righteousness. ദൈവത്തിന്റെ പ്രസാദം ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ ദൈവമാക്കി വെച്ചു. Psalm 5:12 says, "For you, O Lord, will bless the righteous. With favor you will surround him as with a shield." സങ്കീർത്തനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. When you walk in divine favor as a righteous person in Christ and walk in practical righteousness, there is favor which surrounds you like an invisible shield. ദൈവത്തിന്റെ നീതിക്കകത്ത് ദിനം തോറും സഞ്ചരിക്കുവാൻ ഇടയായി തീരുമ്പോൾ പരിച കൊണ്ടെന്നതുപോലെ ദൈവത്തിന്റെ ദയ നമ്മെ മറയ്ക്കുവാൻ ഇടയാകുന്നു. Genesis 30:27.
someone who was mistreated, cheated by his own father-in-law, but he realized that there is favor on this man. ഉൽപ്പത്തി പുസ്തകം 30 അതിന്റെ 27. And Laban said to him, please stay, if I have found favor in your eyes, for I have learned by experience that the Lord has blessed me for your sake. ലാബാൻ അവനോട്, നിനക്ക് ദയുണ്ട് എങ്കിൽ പോകരുതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്ക് എന്തു പ്രതിഫലം വേണം എന്ന് പറയുക, ഞാൻ തരാം എന്ന് പറഞ്ഞു. Now here was Laban, the father-in-law, who was a crook, who was a cheat, but he recognized that there was something surrounding and covering Jacob. ലാബാൻ യാക്കോബിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്നും യഹോവ എന്നെ അനുഗ്രഹിച്ചത് നിന്റെ നിമിത്തമായിരിക്കുന്നു എന്ന് ലാബാൻ തിരിച്ചറിഞ്ഞു. The favor of God covers a righteous person like a shield. ദൈവത്തിന്റെ പ്രസാദം ഒരു മനുഷ്യനെ പരിച എന്നതുപോലെ It's മൂടുവാനിടയാകുന്നു. like an invisible covering around him, which causes people to be drawn to him. മറ്റുള്ള മനുഷ്യര് അവൻ ഒരു വ്യക്തിയിലേക്ക് അടുത്ത് വരുന്ന വിധത്തിലുള്ള ഒരു പുതപ്പ് ഒരു മനുഷ്യന്റെ മേൽ ദൈവം ഇടുവാനിടയാകുന്നു. When you see someone walking in divine favor, connect with that person with a right heart attitude, because favor flows to you. ദൈവിക പ്രസാദം ഒഴുകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം നാം ചേർത്ത് വെക്കുമ്പോൾ അത് മുഖാന്തരം നാം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. That's the power of association and the power of partnership. അതാണ് നാം ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ അകത്തുനിന്ന് ഉളവാകുന്നതായിട്ടുള്ള ചില ദൈവികമായ കാര്യങ്ങൾ. Hallelujah. ആമേൻ. Psalm 106 verse 4 speaks about praying for divine favor. 106 സങ്കീർത്തനം അതിന്റെ 4 വാക്യം ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. The psalmist says, remember me, O Lord, in your favor toward your people, visit me with your salvation. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. Remember me, O Lord, in your favor toward your people. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന് നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിന്. So here was someone, we have a number of scriptures which speaks about entreating the favor of God, asking and praying for the favor of God on our lives. ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നാം ഇവിടെ കാണുന്നു. The book of Proverbs chapter 8, 35, 13, 15, 40, 35, in many places we see wisdom. When we seek God's wisdom and pursue God's wisdom, favor comes into our life. ദൈവത്തിന്റെ ജ്ഞാനത്തെ നാം അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. As we choose to walk with wisdom and understanding, life and favor comes into our lives. ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരുന്നതിലൂടെ ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ പ്രസാദവും നമ്മളിലേക്ക് കടന്നു വരുന്നു. Divine favor is a powerful, powerful thing. ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ അത് ശക്തമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി നാം അതിനെ I believe this is a set time when God is releasing his favor upon his people. ദൈവം തന്നെ നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന സമയങ്ങൾ എന്നതുപോലെ ഞാൻ ഈ കാലങ്ങളെ കാണുന്നു. The blessing of God which gives you influence, which gives you access, which gives you opportunities, which causes you to move into places of influence for God's purposes. ദൈവം നമുക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുന്നു. ദൈവം ചില ഇടങ്ങളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ ഇടയാക്കുന്നു. ദൈവം അവസരങ്ങളെ നൽകുന്നു. ദൈവം സ്വാധീനം ഉളവാക്കുന്ന വിധത്തിൽ നമ്മെ ഉയർത്തുന്നു. അങ്ങനെയുള്ള ചില കാലങ്ങൾ. Do not miss your season of favor. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തെ നിങ്ങൾ ഇതിനെ മറികടന്നു പോകരുതേ. Favor does not depend upon our smartness, our ability, how much money we have. The favor of God will achieve for you what no man, no money, no wealth can achieve. ദൈവത്തിൻ്റെ പ്രസാദം നാം ആരായിരിക്കുന്നുവെന്നോ നമുക്ക് എത്ര കഴിവുണ്ടെന്നോ എത്ര പണമുണ്ടെന്നോ എത്ര സ്വാധീനമുണ്ടെന്നോ അതിനനുസരിച്ച് ഒന്നും അല്ല
എന്നാൽ അത് ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അനുസരിച്ചാണ്. Psalm 41 verse 11, the blessings of divine favor. The psalmist says, by this I know that your favor is on me, because the enemy does not triumph over me. ദൈവമേ, നിന്റെ അനുഗ്രഹം ഞാൻ ഇങ്ങനെ തിരിച്ചറിയുന്നു. കർത്താവേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മീതെ ജയോത്സവം കൊണ്ടാടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. The enemy may come against you, but by this I know your favor is with me, that they will not triumph over me. ആമേൻ. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. Deuteronomy 33 verse 23, it says about Naphtali, the son of Jacob. Naphtali, the one who is satisfied with favor, full of the blessing of God, you shall possess to the east and to the west. നാഫ്താലിയെ കുറിച്ച് നാം ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരികയും അദ്ദേഹം കീഴടക്കുന്നതായിട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ചും അവിടെ വിവരിച്ചു പറയുന്നു. Naphtali is satisfied with favor, full of the blessing of God. The favor causes you to possess to the east and to the west. ആവർത്തന പുസ്തകം 33:23 പറയുന്നത്, നാഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നാഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. Genesis chapter 18, Abraham encounters 3 men who comes his way. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ എബ്രഹാമിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള 3 മനുഷ്യരെ എബ്രഹാം കാണുന്നു. Somehow he recognized that they were not ordinary persons, but they were divine incarnates. ആ 3 സന്ദർശകർ അവർ സാധാരണ മനുഷ്യരല്ല, അവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന് അബ്രഹാമിന് ബോധ്യം. He recognized that favor was walking towards them. അദ്ദേഹത്തിലേക്ക് ദൈവത്തിന്റെ പ്രസാദം നടന്നു വരുന്നു എന്ന് ഈ വ്യക്തികൾ മുഖാന്തരം അബ്രഹാം. And he says, if I have found favor in your eyes, do not pass by me. Come, I want to honor you. I want to treat you. അബ്രഹാം അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ എന്ന് പറഞ്ഞു. This is your set time, your season for favor. ഇത് ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന കാലമാണ്. The favor of God causes angelic visitations and divine encounters to happen into your life, as Abraham experienced it. അബ്രഹാം അനുഭവിച്ചതുപോലെ തന്നെ ദൂതന്മാരുടെ സന്ദർശനം ലഭിക്കുകയും ദൂതന്മാരുടെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ ദൈവം നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ചില കാലങ്ങളായി. Moses said, if I found favor, I want to know you more. Show me your ways, show me your glory. മോശ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയുടെ കണ്ണിൽ പ്രസാദം പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ അങ്ങയെ ഒന്ന് കാണുവാൻ എനിക്ക് അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. The favor of God releases unusual opportunities into your life. ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രസാദം അസാധാരണമായ അവസരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു വിടുവാൻ ഇടയാക്കുക. We learn even as we pursue God's assignments, the favor is released. ദൈവത്തിന്റെ വിളിയിലേക്ക്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിലേക്ക് നാം മുൻപോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമ്മളിലൂടെ ഒഴുകുവാനിടയാകും. As we pursue righteousness, wisdom and understanding, favor flows. Favor is attracted to our lives. നാം നീതിയെ അന്വേഷിക്കുന്നവരായിരിക്കുമ്പോൾ, ജ്ഞാനത്തെയും ജീവനെയും അന്വേഷിക്കുന്നവരായിരിക്കുമ്പോൾ ഈ ദൈവിക പ്രസാദം നമ്മളിലൂടെ ഒഴുകുമാറാകും. Access, openings, opportunities, exaltation comes because of the special blessing of God, which is called divine favor. ദൈവം അവസരങ്ങളെയും സാഹചര്യങ്ങളെയും ഉയർച്ചകളെയും നൽകുമാറാക്കുന്നു ദൈവിക പ്രസാദം നമ്മളിൽ കടന്നു വരുമ്പോൾ. I want you to lift your hands, wave your hands to the Lord and say, Lord, let your favor come upon my life. വീശി ഹല്ലേലൂയ, നന്ദി കർത്താവേ എന്ന് നമുക്ക് പറയാം.